വേടൻ്റെ റാപ്പും തിരുമേനിയുടെ ക്രാപ്പും പാസ്റ്ററുടെ മറുഭാഷയും അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു വീഡിയോയുടെ ആദ്യത്തെ 30 സെക്കൻഡ് മാത്രം നിങ്ങളുമായി പങ്കിട്ട് അത് സംബന്ധമായ ചില ചിന്തകൾ ഏവരുമൊത്ത് പങ്കിടുക അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് താമസിയാതെ നേരെ ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുമേനിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ്. അപ്പോൾ ഇതിനോട് ഏതാണ്ട് അടുത്ത് വരുന്ന വേടൻ്റെ, ഇപ്പോൾ കേരളത്തിൽ അല്പം ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന വേടൻ്റെ റാപ്പ് പലർക്കും താല്പര്യമുള്ളത്, അതും കൂടെ അല്പം ഒന്ന് ഇനിയും ഒരു പെന്തക്കോസ് പാസ്റ്ററുടെ മറുഭാഷയുടെ അല്പം കൂടെ കേട്ടിട്ട് നമുക്ക് മുൻപോട്ട് ചിന്തിക്കാമെന്ന് കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ മറുഭാഷ വരാനായിട്ട് ഞാൻ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. പാസ്റ്ററുടെ മറുഭാഷ ജക്കട്ട പക്കട്ട പക്കട്ട കാട അത് വേണ്ടതുപോലെ വരുന്നില്ല. എൻ്റെ ഫോണ് പോലും പ്രതിഷേധിക്കുന്നു, നിങ്ങൾ ക്ഷമിക്കണം. ഇത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ആരെങ്കിലും യാക്കോബ സഭയിലെ ഒരു തിരുമേനി ഇങ്ങനെ അധപ്പതിക്കുമെന്ന്, അല്ലെങ്കിൽ ഇപ്രകാരം 4 പേരുടെ മുമ്പിൽ വെച്ച് ഈ കോപ്രായം കാണിക്കുമെന്ന് വിദൂരമായി പോലും ചിന്തിക്കുവാൻ സാധ്യമാകുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ കുരിശും പൊക്കി പിടിച്ചുകൊണ്ട് ഈ അപശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്നത് നാം അന്വേഷിക്കണം. ഇപ്പോൾ വേടൻ്റെ റാപ്പ് എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട ഒരു വർഗത്തിൻ്റെ അനുഭവങ്ങളുടെ തീപാറുന്ന ശബ്ദങ്ങൾ ഒരു കലാരൂപത്തിൽ അവൻ അവതരിപ്പിക്കുകയാണ്. അവൻ്റെ ഓരോ വാക്കിലും അനുഭവങ്ങളുടെ ഹൃദയമിടിപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അവൻ്റെ റാപ്പ് ഒരു ജനതയുടെ രോദന കലാരൂപം ആർജിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ്. അവിടെ അനുഭവമുണ്ട്, ആവേശമുണ്ട്, സത്യമുണ്ട്, യാഥാർത്ഥ്യത്തിൻ്റെ മജ്ജയും മാംസവുമുണ്ട്.
എന്നാൽ ഇപ്പുറത്ത് ഒരു തിരുമേനി ഒരു കുരിശും പൊക്കി ഒരു തുണിയും കുരിശിൻ്റെ വാലിൽ തുണിയും വെച്ച് എനിക്ക് അനുകരിക്കാൻ അറിഞ്ഞുകൂടാ, ക്ഷമിക്കണം. ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കുന്തുളിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസ്ഥാനത്ത് നീറിയടിക്കുന്നത് പോലെ ഇങ്ങനെ നിന്ന് ഈ ശബ്ദം പുറപ്പെടുകയാണ്. യേശുനാമത്തിൽ ബന്ധിക്കുന്നു. എന്ത് ബന്ധിക്കുന്നതെന്നായി പറയുന്നത്? ആരെ ബന്ധിക്കുന്നതെന്നായി പറയുന്നത്? ആരെ ബന്ധിക്കാനാണ് ഇയാൾക്ക് അവകാശമുള്ളത്? അതേസമയം പെന്തക്കോസ്ത് പാസ്റ്റർ എരുമ അമറുന്നതിനേക്കാൾ അപ്പുറം അമറുകയാണ്. കാരണം ഈ തിരുമേനിയെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പാസ്റ്റർക്ക് പണ്ട് കൂന്താലി കൊണ്ട് കിളച്ചും പശുവിനെ വളർത്തിയും ജീവിതത്തോട് മല്ലിട്ടും പിന്നെ ആളുകളെ ചീത്ത വിളിച്ചും അടി കൊടുത്തും ഇടി വാങ്ങിച്ചും ഒക്കെ നല്ല പരിചയമാണ്. അപ്പോൾ ആ ഒരു കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ തഴമ്പ് പാസ്റ്ററുടെ മറുഭാഷയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഓരോ പാസ്റ്ററുടെയും മറുഭാഷ ശ്രദ്ധിച്ചാൽ ആ പാസ്റ്ററുടെ കഴിഞ്ഞ കാല ജീവിതം നിങ്ങൾക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ നോക്കും. ഏത് വഴിയിൽ കൂടെയാണ് ഇദ്ദേഹം ഇവിടെ എത്തിയത്, അതിൻ്റെ രൂപരേഖകൾ വളരെ വളച്ചൊടിച്ചിട്ടാണെങ്കിലും ഈ ഓരോ പാസ്റ്റർമാരും അവതരിപ്പിക്കുന്ന മറുഭാഷയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ കട്ടിയേറിയ അനുഭവത്തിൽ കൂടെ കടന്നു വന്ന പാസ്റ്റർമാരുടെ മറുഭാഷ കേട്ടാൽ അത് ഭയങ്കര കട്ടിയായിരിക്കും. അതേസമയം അല്പം സംഗീതമൊക്കെ പഠിച്ച ഇപ്പം കാവാലം പാസ്റ്ററുടെ ഒക്കെ മറുഭാഷ കേട്ടാൽ അതിനകത്തൊരു താളവും ലയവും കാണും. ലപട കപട കീപട വീപട അത് കാണും. അപ്പം അങ്ങനെ ഓരോ വ്യക്തിയുടെയും അദ്ദേഹം നടന്നു വന്ന വഴിത്താരയുടെ ചില അംശങ്ങളാണ് ഭാഷയെ വികൃതിപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് തങ്ങൾ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് ഈ പാവപ്പെട്ട ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എന്തുകൊണ്ടോ ജനം മനസ്സിലാക്കാൻ ധൈര്യം കാണിക്കുന്നില്ല. ഇതാകത്തെ കാര്യം. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇതൊക്കെയും വളരെ സ്പഷ്ടമായ രീതിയിൽ ആർക്കും ഒരിക്കലും അവഗണിക്കുവാൻ ഇടം കൊടുക്കാത്ത വിധത്തിൽ നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, മതമേഖല വെറും പ്രതീതിയുടെയും അഭിനയത്തിൻ്റെയും ഇടമായി മാറിയിട്ടുണ്ട്. മതം ഒരു നാടകശാലയാണ്, ഞായറാഴ്ച മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു നാടകശാലയാണ് എന്ന് ഞാനൊരു 5 വർഷത്തിന് മുൻപ് പറഞ്ഞത് ചിലരെങ്കിലും ഓർത്തിരിക്കും. എന്താണ് മതം ഒരു നാടകശാലയാണ് എന്ന് ഞാൻ പറയുന്നു? യേശു തന്നെ വഴിയും സത്യവും ജീവനുമായി അവതരിപ്പിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് സത്യം എന്ന ആ ഒരു ആശയത്തെ നമുക്ക് ഒന്ന് പരിഗണിക്കാം. എന്തുകൊണ്ടാണ് തന്നെ സത്യം എന്ന വലിയ ആദർശത്തിൽ കൂടെ സാർവലൗകികമായ മൂല്യത്തിൽ കൂടെ യേശു അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, യേശുവിന് വ്യക്തമായി അറിയാവുന്നൊരു കാര്യം, മതമേഖലയിൽ സത്യം ഒരിക്കലും ഉണ്ടാകുകയില്ല. അത് അഭിനയങ്ങളുടെയും കാപട്യങ്ങളുടെയും വിളനിലമായിരിക്കും എന്നതാണ്. സംഘടിത മതത്തിൽ നിന്ന് തുലവും വ്യത്യസ്തമായൊരു സമീപനമാണ് യേശു അവതരിപ്പിച്ചത് എന്ന് അറിയാൻ വയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എന്താണ് മതവും യേശുവും തമ്മിലുള്ള വ്യത്യാസം? അത് അസത്യവും സത്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഞാൻ സത്യമാണ് എന്ന് യേശു പറഞ്ഞത്. അതുകൊണ്ടാണ് കപടഭക്തി കൊണ്ട് നടക്കുന്ന പുരോഹിത വർഗത്തെ ഏറ്റവും നിശ്ചിതമായ ഭാഷയിൽ യേശു വിമർശിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകരുത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രമാത്രം മൂർച്ചയേറിയ ഭാഷയിൽ യേശു ആരെയും വിമർശിച്ചിട്ടില്ല. ചുങ്കക്കാരോടും പാപികളോടും വേശ്യമാരോടും അനുകമ്പയുടെ സ്വരത്തിൽ സംസാരിച്ച യേശു പുരോഹിത വർഗത്തോട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ശക്തിയേറിയ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുവാൻ ഇടയായതിൻ്റെ കാര്യം ഇതാണ്. സത്യത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഏറ്റവും അസഹനീയമായ ഒരു അവസ്ഥ അസത്യം എന്നുള്ളതാണ്. ആ അസത്യമാണ് മതം
ഒരു നാടകശാല പോലെ ആവിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അരങ്ങേറുന്നത് എന്നത് ദയവായി മനസ്സിലാക്കുക. നിങ്ങൾ മതത്തിൻ്റെ മേഖലയിൽ കടന്നു വരുമ്പോൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒറിജിനലായിട്ടുള്ള ഒന്നും ഇതിനകത്തുണ്ടാകുകയില്ല. മതം പ്രതീതികളുടെ ഒരു ലോകമാണ്. പ്രതീതി, ഇല്യൂഷൻ, അപ്പിയറൻസ്. അത് മനസ്സിലാക്കുന്നതിനൊരു ഉദാഹരണം എടുക്കാം. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ദിവ്യ അത്താഴം, അല്ലെങ്കിൽ കത്തോലിക്കരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദിവ്യ ബലി, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ സംസർഗം. യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആഘോഷിച്ച ആ അന്തിമ വിരുന്നും ഇപ്പോൾ പുരോഹിതരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു വരുന്ന ഈ സക്രമന്തം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ ഓർമ്മയ്ക്ക് എന്ന ഒരു പഴുതിൽ, ഒരു എക്സ്ക്യൂസിൽ അതിന് പകരം എന്തോ സൃഷ്ടിച്ച് വച്ചിരിക്കുകയാണ്. യേശു ആചരിച്ച അന്ത്യ അത്താഴത്തിൽ ഒരു പുരോഹിതൻ്റെ നിഴല് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സഭ ആചരിക്കുന്ന സക്രമത്തിലോ പുരോഹിതൻ്റെ മേൽക്കോയ്മ മാത്രമേ ഉള്ളൂ. അവൻ അപ്പം എടുത്ത് 2-3 വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ ഗോതമ്പ് യേശുവിൻ്റെ ശരീരമായി മാറുന്ന ഈ പച്ച കള്ളമാണ് പറഞ്ഞ് ജനങ്ങളെ ധരിപ്പിച്ച് വച്ചിരിക്കുന്നത്. കാരണം എന്താണ്? പുരോഹിതൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അത്ര വലിയ മാന്ത്രികമായ ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ മതത്തിൻ്റെ ഏത് അംശം പരിശോധിച്ചാലും ആരാധിക്കണമെങ്കിൽ പള്ളിയിൽ വരണം. ഞായറാഴ്ച തോറും പള്ളി മണി അടിക്കുമ്പോൾ എല്ലാ വിശ്വാസിയും പള്ളിയിൽ വന്ന് ആരാധനയ്ക്ക് കൂടണമെന്നത് വളരെ നിർബന്ധമാണ്. കാരണം പള്ളിയിൽ മാത്രം ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് ക്രിസ്ത്യാനികൾ അറിയുന്നത്. അതിനേക്കാൾ വലിയൊരു കള്ളമുണ്ടോ? പള്ളിയിലിരിക്കുന്നത് ബിംബമാണ്, ബിംബാരാധന. നിങ്ങൾ ബിംബങ്ങളെ ആരാധിക്കരുതെന്ന് 10 കൽപ്പനയിൽ പറയുന്നുണ്ട്. പക്ഷെ മതമാണെങ്കിൽ ബിംബാരാധന മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ് ബിംബാരാധന? ഒന്നിനു പകരം, ഒറിജിനലിന് പകരം മറ്റെന്തിനെയോ വെച്ച് ആരാധിക്കുന്നതിൻ്റെ പേരാണ് ബിംബാരാധന. ക്രിസ്ത്യാനികളുടെ ഇടയിൽ യേശു പോലും ഒരു ബിംബമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ആളുകൾ എന്നോട് കോപിക്കും, എനിക്കറിയാം. പക്ഷെ സത്യം അതാണ്. ക്രിസ്ത്യാനികൾ യേശുവിനെ അറിയുന്നില്ല. പിന്നെയോ യേശുവിൻ്റെ പേരിൽ വരച്ച് കാട്ടുന്ന ചില രൂപങ്ങളും ചില സാദൃശ്യങ്ങളും യേശു ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ജനം കഴിയുകയാണ്. ഇതിൻ്റെ പേരാണ് ബിംബാരാധന. യേശുവിൻ്റെ പേരെടുത്തത് കൊണ്ട് നാം ബിംബ ആരാധനക്കാരല്ല എന്ന് വരുന്നില്ല. സക്രമെന്ത് ബിംബാരാധനയുടെ ഭാഗമാണ്. കാരണം അത് ഒറിജിനൽ അനുഭവമായി യാതൊരു ബന്ധമുള്ളതല്ല. എന്തെങ്കിലും ബന്ധമുണ്ടാകണമെന്ന് ആർക്കും താല്പര്യവുമില്ല. യേശു തൻ്റെ അത്താഴം ആചരിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും ആകത്തുക, തൻ്റെ ദൗത്യത്തിൻ്റെ, തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകത്തുക കൊണ്ട് ദൈവഹിതം ഈ ഭൂമി നിർവഹിച്ച ആ നിർവൃതിയുടെ അനുഭവത്തിൽ ഒരപ്പക്കഷ്ണം എടുത്ത് തൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് നുറുക്കി കൊടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഗാംഭീര്യവും അർത്ഥവും ശക്തിയുമുണ്ട്. അതിന് പകരം 8ഉം 8ഉം അറിയാൻ മേത്തൊരു പുരോഹിതൻ 5.5 മീറ്റർ തുണി ഇട്ടിട്ട് ഗോതമ്പ് കഷ്ണവും പെറുക്കി ഇത് യേശുവിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് മുറുക്കി ആരുടെയും വാലിട്ട് കൊടുത്താൽ അത് വെറും പ്രതീതി മാത്രമല്ലയോ? അതും അതിൻ്റെ ആദ്യമ അനുഭവം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 3 വർഷക്കാലം സർവ്വ പ്രതികൂലങ്ങളെയും അഭിമുഖീകരിച്ച് ദൈവനാമത്തിൽ ഈ സ്തുത്യർഹമായ ചരിത്രത്തിലെ ഏറ്റവും മഹനീയമായ ഒരു ദൗത്യം നിർവഹിച്ച് അതിൻ്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു അന്തിമ അത്താഴം ആചരിക്കുന്നതും ഞായറാഴ്ച തോറും വന്നൊരു പുരോഹിതൻ യാന്ത്രികമായ ചില ആളുകളുടെ വായിലിട്ട് കൊടുക്കുന്ന ഈ ഗോതമ്പുണ്ടയുമായിട്ട് എന്താണ് ബന്ധം നിങ്ങൾ ചിന്തിക്കണ്ടേ? ഇത് ബിംബാരാധനയാണ് എന്ന് മനസ്സിലാക്കണ്ടേ? ഇതോടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പരിണിത ഫലം അവസാനം ഈ ബിഷപ്പിന് പറ്റിയ പോലെ വരും. കുന്തുളിച്ച് നിന്ന് രീ കുക്കു കുക്കു പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരും. കാരണം എന്താണ്? അങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യം എന്താണ്? മതജീവിതത്തിൽ നിന്ന് ആത്മീയമായ അനുഭവങ്ങൾ 100% തിരോധാനം ചെയ്ത് കഴിയുമ്പോൾ മതത്തിൻ്റെ ആത്മാവ് വേർപിരിഞ്ഞ് ഒരു ശവം മാത്രം അവശേഷിക്കുമ്പോൾ ഈ ശവത്തിനും ജീവനുണ്ട് എന്ന് ജനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ
ഇങ്ങനെയുള്ള നാടകം കളിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. നമുക്കറിയാം, യാക്കോബ സഭ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണ്. ഒരു സഭ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ ആത്മീയമായ മാറ്റം എത്രമാത്രം ഉണ്ട് എന്ന് അളക്കപ്പെടുന്നത്. ഈ സമയത്ത് എല്ലാവരും തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം ഇത് ഉള്ള എന്നെ പൊള്ളയായിരുന്നു എന്നത് മാത്രമാണ്. നമുക്കറിയാം, ഓർത്തഡോക്സ് സഭയുടെ അവസ്ഥ ഇതിനേക്കാൾ മോശമാണ്. പക്ഷേ അവരുടെ ഇടയിൽ ആർക്കും ഇങ്ങനെ അഭിനയിക്കേണ്ട ഒരു ഗതികേടില്ല. കാരണം അവർ സഹോദരി സഭയായ യാക്കോബ സഭയുടെ എല്ലാം പിടിച്ചു പറിച്ച് അവർ തസ്കര വീരന്മാരായിട്ട് ഇങ്ങനെ ശോഭിക്കുകയാണ്. പോക്കറ്റ് നിറച്ച് പണമുള്ളപ്പോൾ പിന്നെ നാടകം കളിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ബിഷപ്പിൻ്റെ ഗതികേട് നിങ്ങൾ ആലോചിക്കണം. പുള്ളിക്ക് 4 കാലം നിൽക്കണമെങ്കിൽ ഈ നാടകം കളിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. കാരണം ജനങ്ങൾക്ക് ആത്മീയമായ അനുഭവങ്ങൾ പകർന്നു കൊടുത്ത് അവരുടെ ഇഹലോക ജീവിതത്തിലെ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള കാര്യങ്ങൾ വിളമ്പിക്കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ജനങ്ങളുടെ കൂറ് വല്ല വിധേനയും ഒന്ന് നിലനിർത്തണം, അതെൻ്റെ കടമയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ബിഷപ്പ് അഭിനയിക്കേണ്ട നാടകമാണ് നാം ഇപ്പോൾ കണ്ടത്. അല്ലാതെ സത്യസന്ധമായി താൻ നടത്തുന്ന ശുശ്രൂഷയുടെ ഉൾക്കാമ്പിൽ വിശ്വാസമുള്ള ഒരു ബിഷപ്പും ഇപ്രകാരമുള്ള അപഹാസ്യമായ ഒരു പൊതു നാടകം, ചവിട്ട് നാടകം അഭിനയിക്കുകയല്ല. സത്യം. യേശു പറഞ്ഞു, ഉപ്പിന് കാരമില്ലാതെ പോയാൽ പിന്നെ അതിനെ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്താം? അത് വെളിയിൽ എറിഞ്ഞ് ചവിട്ടി നശിപ്പിക്കാനല്ലേ അത് പിന്നെ അർഹതയുള്ളൂ. കാരം പോയ ഉപ്പ് പോലെയാണ് സഭകളിന്ന്. അത് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവരങ്കലാപ്പിലാണ്. ആ അവസ്ഥയിൽ നിന്ന് അവരുടെ ശ്രദ്ധ വല്ല വിധേനയെ ഒന്ന് തിരിച്ചുവിടാൻ എന്താണ് മാർഗമെന്ന് തലപോഞ്ഞ് ആലോചിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ചില ആളുകൾ തലച്ചോറിൽ വന്ന് പതിക്കുന്ന കുബുദ്ധികളാണ് ഇങ്ങനെയുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചാൽ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ വണ്ണം അവർ ആയിത്തീരും എന്ന ഈ പ്രതീക്ഷ തികച്ചും അസ്ഥാനത്താണ്. ഇങ്ങനെയുള്ള നാടകങ്ങൾ കൂടുതലായി അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് യുവതീയുവാക്കന്മാർ ഇതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കി അവരെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടും എന്നാണ് ഇങ്ങനെയുള്ള വെറും ബുദ്ധിശൂന്യന്മാരായ വിവരദോഷികളായ മെത്രാന്മാരോട് എനിക്ക് പറയാനുള്ളത്. ഇതല്ല നിങ്ങളുടെ പരിപാടി, ഇതല്ല ആത്മീയമായ ശുശ്രൂഷ, ഇതല്ല നിങ്ങളുടെ യോഗ്യതയായി നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് 4 പേർക്ക് പ്രയോജനം വരുന്ന 2 വാക്ക് പറയാൻ കഴിയുമോ? ഇന്ന് മനുഷ്യൻ ജീവിക്കുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ജീവിത യാത്രയിൽ എന്തെങ്കിലും പ്രയോജനം വരുന്ന വിധത്തിൽ. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് KP യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ബിഷപ്പ് ആകുന്നതിന് മുൻപ് KP യോഹന്നാനിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഞാൻ അദ്ദേഹത്തിൽ താല്പര്യം എനിക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണം, അദ്ദേഹം സാധാരണ മനുഷ്യ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അനുഭവങ്ങളെ മനസ്സിലാക്കി അവർക്ക് പ്രയോജനം വരാമാകുന്ന കാര്യങ്ങൾ എന്ത് എന്ന് നന്നേ അന്വേഷിച്ച് അവരുടേതായ ഭാഷയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ആത്മീയ യാത്ര എന്ന റേഡിയോ പ്രോഗ്രാം. പിന്നെ ഈ പ്രസ്ഥാനത്തിൽ കൂടെ പണമൊക്കെ വന്നപ്പോൾ അദ്ദേഹം വഴിതെറ്റിപ്പോയത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ആദ്യകാലത്ത് അദ്ദേഹം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് തിരിച്ചറിഞ്ഞ് അതിന് യോജിക്കത്തക്ക വിധത്തിലുള്ളൊരു ശുശ്രൂഷയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് ഉത്തമ ബോധ്യമാണ്. മറ്റുള്ളവരെ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വളരെ അർത്ഥവത്തായ ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. പിന്നെ ബിഷപ്പായതോടുകൂടി അദ്ദേഹത്തിൻ്റെ വെളിച്ചം 100% മങ്ങിപ്പോയി. അത് അദ്ദേഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ആദ്യ പടിയായിരുന്നു. ഇത് ഞാൻ KP യോഹന്നാൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. KP യോഹന്നാൻ്റെ പ്രസ്ഥാനവുമായി സഹകരിക്കരുത് എന്ന് ഞാൻ തീരുമാനിക്കാൻ കാര്യം ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് സംബന്ധമായതിനു ശേഷമുണ്ടായ വലിയ അധപ്പതനത്തിൻ്റെ നിഴലുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ കൂടെ ഒക്കെയും നാം തിരിച്ചറിയേണ്ടത് ആത്മീയമായ ഉൾക്കാമ്പുള്ള ഒരു പ്രസ്ഥാനവും ഇന്ന് കേരളത്തിൻ്റെ മണ്ണിലില്ല എന്നത് തന്നെയാണ്.
നാടകം കളിക്കാതെ ജനങ്ങളുടെ ബഹുമാനമോ അവരുടെ ശ്രദ്ധയോ പിടിച്ചു പറ്റുവാനോ നിലനിർത്തുവാനോ കേൾപ്പുള്ള ഒരു മെത്രാനുമില്ല. ഒന്നുകിൽ വലിയ വേഷഭൂഷാദികളുടെ പുറകിൽ അവർ ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ചവിട്ടുനാടകം കളിക്കും, അല്ലെങ്കിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിച്ച് രാഷ്ട്രീയം ഉണ്ടാക്കി അവിടെ കടിഞ്ഞാണ് കയ്യിലാക്കി ഇങ്ങനെ നടക്കും. പണക്കുതിയാണ് ദൈവഭക്തിയുടെ ഏറ്റവും ആധികാരികമായ മുഖവും ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. ഇങ്ങനെ വഞ്ചന കൊണ്ട് നടക്കുകയാണ്. അപ്പം അത് അധികം നാൾ നിലനിൽക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കലാപരിപാടി. നമുക്കറിയാം, ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ മറുഭാഷ പറയുമ്പോൾ അതിന് അതിൻ്റേതായ ആധികാരികതയുണ്ട്. കള്ളമാണെങ്കിലും 100% എന്താ പറയുന്നത്, നട്ടാൽ കുരുക്കാത്ത കള്ളമാണെങ്കിലും ആ കള്ളം ഒരു പാസ്റ്റർ നല്ല ശബ്ദത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റേതായ താളത്തിലും ലയത്തിലും അല്ലെങ്കിൽ അതിൻ്റേതായ ലങ് പവറിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ആധികാരികതയുണ്ട്. പക്ഷേ ഒരു ഓർത്തഡോക്സ് മെത്രാൻ, ഒരു യാക്കോബ മെത്രാൻ അവരെ അനുകരിച്ച് മറുഭാഷയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് പാർട്ടി സോഫ്റ്റ് ഹിന്ദുത്വയിലോട്ട് പോകുന്ന ആ ഒരു പ്രതീതിയേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ വലിയ മയക്കുമരുന്ന് കഴിച്ച് ശീലിച്ച ഒരു വ്യക്തി ആ മയക്കിൻ്റെ അനുഭവത്തിലേക്ക് വരാനായിട്ട് കട്ടൻ കാപ്പി കുടിക്കുന്ന ആ പ്രതീതിയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തിരുമേനിയോട് പറയാനുള്ള, ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. തിരുമേനി ഇത് മോശമാണ്. തൻ്റെ ഈ ഒരു ഷോയിലെ 3ാം കിട, 3rd റേറ്റാണ് ഇത്. തൻ്റെ കലാപരിപാടി തൻ്റെ ഗിഫ്റ്റല്ല, ഇത് തൻ്റെ താലന്തല്ല. വേറെ വല്ല പണിയും നോക്കണം. ഇത് തികച്ചും തറ പരിപാടിയാണ്. ഇത് ജനം കണ്ടു നിൽക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ വസ്ത്രത്തിൽ അവരെ ഓർത്ത് ഞാൻ കരഞ്ഞു പോവുകയാണ്. ഇത് ഈ തിരുമേനയുടെ വായിൽ നിന്നോ എവിടെ നിന്നോ, എനിക്ക് വായിൽ നിന്നാണെന്ന് എനിക്കറിയില്ല, വരുന്ന ഈ ശബ്ദം കേട്ടാൽ അറിയാം ഇയാൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് കുന്തലിക്കുകയാണ്. വാസ്തവത്തിൽ ക്രിസ്തീയ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഈ അധപ്പതനത്തിൻ്റെ ആഴമോർത്ത് വിലപിക്കല്ലാതെ എന്ത് ചെയ്യാനാണ്? ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വേടനെ എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചാൽ, വേടൻ്റെ വാക്കുകളിൽ അനുഭവമുണ്ട്, മെത്രാൻ്റെ വാക്കുകളിൽ അനുഭവമില്ല, ഒരു ശബ്ദം മാത്രമാണ്. ശബ്ദത്തിൽ നിന്ന് അനുഭവത്തിലേക്കൊന്ന് മടങ്ങിപ്പോകുവാൻ ക്രിസ്ത്യാനിക്ക് ആവശ്യമുണ്ട്. വേടൻ ഇന്ന് ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ശബ്ദം കൊണ്ടല്ല, ശബ്ദത്തിൻ്റെ പുറകിലുള്ള തീപ്പൊരി പറക്കുന്ന അനുഭവങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ ഒരു 100 അയലത്തെത്താൻ ഒരു മെത്രാനും കഴിയില്ല. കാരണം ഇവരൊക്കെ തിന്ന് വീർത്ത് ഷുഗർ പഠിച്ച് 2 കാലം നിൽക്കാൻ വയ്യാതെ ഇങ്ങനെ നടക്കുന്നവരാണ്. ശരീരം കൊണ്ട് അധ്വാനിക്കുകയോ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി മല്ലിടുകയോ മനുഷ്യരുടെ അവസ്ഥയുമായി താതാത്മ്യം പ്രാപിപ്പാൻ ശ്രമിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ക്ലേശിക്കുകയോ ചെയ്തിട്ടുള്ളവരല്ല. വെറും ചിതൽപ്പുറ്റുകളാണിത്. അങ്ങനെയുള്ളവർ ഇപ്രകാരമുള്ള ദിവ്യമെന്ന് പറയുന്ന നാടകം കളിക്കുമ്പോൾ ചിരിക്കാൻ പോലും ഒക്കുന്നില്ല. ചിരിക്കാൻ ഒത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് കണ്ടപ്പോൾ മനസ്സ് നീറി, മനസ്സ് ലജ്ജ കൊണ്ട് നീറി എന്ന് പറയുന്നതായിരിക്കും ശരി. അയ്യോ, ഇങ്ങനെ ആയിപ്പോയല്ലോ. അതുകൊണ്ട് ഒന്നിൽ ഈ തിരുമേനി ഇദ്ദേഹത്തിൻ്റെ പോലെ ഈ റോഡിലിറങ്ങി കളിക്കാൻ ബാക്കിയുള്ള തിരുമേനിമാരും നിർബന്ധിതരാ. കാരണം അവരെല്ലാം ഈ പൊള്ളത്തരം കൊണ്ട് നിൽക്കുന്നവരാണ്. അവർക്കെല്ലാം കൂടെ ക്ലാസ് എടുക്കാനായിട്ട് പെന്തക്കോസ്തിലെ ഒരു 5-6 നല്ല മറുഭാഷ കലാപരിപാടി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു 5-6 പാസ്റ്റർമാരെ നിങ്ങൾ ഉടനെ കണ്ടുപിടിച്ച് തിരുവേനിമാർക്ക് എങ്ങനെയാണ് മറുഭാഷ ആധികാരികമായി പറയേണ്ടതെന്നതിനെപ്പറ്റി പരിശീലനം കൊടുക്കണം. അല്ലെങ്കിൽ ഈ 3ാം കിട മറുഭാഷയും കൊണ്ട് വന്നാൽ ജനം ഓടിപ്പോകുന്നത് പോട്ടെ, അടുത്തുള്ള കന്നുകാലികൾ ഓടിപ്പോവും. ഒന്നുകിൽ നല്ല മറുഭാഷ അതിൻ്റെ ഗാംഭീര്യത്തിൽ, അതിൻ്റെ ശക്തിയിൽ 100 ഡെസിബലിൽ വെടി പൊട്ടിക്കുന്ന പോലെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അല്ലാതെ ഈ പരിപാടി, ഈ പീറ മറുഭാഷ പരിപാടി നിർത്തണം. കേട്ടിട്ട് അരോചകമാകുന്നു. ആത്മീയതയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. ഒരു കലാപരിപാടി എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ
ഇതിന് 100-ൽ അര മാർക്ക് കൊടുക്കാനൊക്കത്തില്ല. അത്ര മോശമാണ് ഇദ്ദേഹത്തിൻ്റെ മറുഭാഷ. അപ്പോൾ ദയവായിട്ടൊക്കെ നിർത്തണം. ഈ പ്രഹസനം കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല. ഈ പറയുന്ന തിരുമേനിക്കുമില്ല, മുമ്പിരിക്കുന്ന മൊണ്ണകൾക്കുമില്ല. ഇതാകെപ്പാടെ സ്വയം നിന്ദയുടെയും അപമാനത്തിൻ്റെയും മാർഗമാണ്. ഇത് ഉപേക്ഷിക്കണം. ഒന്നുമില്ലെങ്കിൽ വല്ല ജോലി ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. എന്നാൽ അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടാകും. മറ്റുള്ളവൻ്റെ വിയർപ്പ് അതിൻ്റെ അംശം പറ്റി സുഖിച്ച് ജീവിക്കുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന അധപ്പതനത്തിൻ്റെ പ്രകട സ്വരൂപമാണ് ഈ തിരുമേനി കളിച്ച നാടകം. ഗത്യന്തരമില്ലാതെ കളിച്ചു പോയതാണ്. അദ്ദേഹം ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്ന പ്രത്യാശയിൽ ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇങ്ങനെയുള്ള അപകടം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.